അതേപോലെ ചെറിയ കുട്ടികൾ ഇതിൽ മത്സരം വെടിഞ്ഞ് മുൻപ് കലാപ്രതിഭ, കലാതിലകം എന്നിങ്ങനെയുള്ള പ്രതിഭാ പട്ടങ്ങൾ നമ്മുടെ മത്സരത്തിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ മത്സരങ്ങൾ വെടിഞ്ഞ് ആരോഗ്യകരമായൊരു മത്സരത്തിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ? ആരോഗ്യകരമായ മത്സരമാണ് ആവശ്യം. ഈ മത്സരത്തിൽ വിജയിക്കുന്നതിനേക്കാൾ ഞാൻ കാണുന്ന പ്രാധാന്യം അവരവരുടെ യഥാർത്ഥ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ടുള്ള മത്സരം, ആരോഗ്യകരമായിട്ടുള്ള മത്സരം നമുക്ക് എല്ലാ വിധത്തിലും സ്വാഗതം ചെയ്യേണ്ടതാണ്, പ്രോത്സാഹനം ചെയ്യേണ്ടതാണ്. പിന്നെ കഴിഞ്ഞ 50 കൊല്ലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ ഈ യുവജനോത്സവത്തിലൂടെ വളർന്ന് സമൂഹത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളവരാണ് പിന്നീട് വിവിധ രംഗങ്ങളിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളതും നമ്മുടെ മലയാളികൾക്കാകെ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളതും. അപ്പോൾ സ്കൂൾ യുവജനോത്സവത്തിന് കേവലം ഒരു വർഷം നടക്കുന്ന മത്സരം എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലെ കലാപ്രതിഭകളെ കണ്ടെത്തി അവരെ കേരള ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം, ഒരു ബാധ്യത അതുകൂടിയാണ് കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് നിറവേറ്റിയിട്ടുള്ളത്. വരും വർഷങ്ങളിലും ആ പാരമ്പര്യം നിലനിർത്തും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വിക്ടേഴ്സ് ചാനൽ ഈ സ്കൂൾ യുവജനോത്സവത്തിന് കൊടുത്ത പ്രത്യേക പ്രാധാന്യത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. സർ, വളരെ വളരെ നന്ദിയുണ്ട് വിക്ടേഴ്സ് ചാനലിനോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ, അതേസമയം കുട്ടികൾക്ക് അങ്ങയുടെ സന്ദേശം അറിയിച്ചതിലും വളരെ വളരെ നന്ദിയുണ്ട് സർ. താങ്ക് യു.